വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ള നല്ല വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു 9 മണിക്കൂറോളം കുതിർത്ത് വെച്ച റേഷൻ പച്ചരിയാണിത്. നന്നായിട്ട് കഴുകിയ ശേഷമാണ് കുതിർക്കാൻ വെക്കേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ഈ കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 ടീസ്പൂണോളം ചൗരി ഞാൻ ഒരു അരമണിക്കൂർ അത്രേ കുതിർത്തിട്ടുള്ളൂ, അതും കൂടെ ഇട്ടു. പിന്നെ ഒരു 3 ടീസ്പൂണോളം വെള്ളച്ചോറായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു 3-3.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ തുണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല, ഈസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു തിക്നെസ്സിൽ അടിച്ച് ഒരു 1/4 ഭാഗം അരഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചെരുകിയതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും തന്നെ എയർ കയറാത്ത ഒരു ബൗളിൽ നന്നായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ തന്നെ ധാരാളം. നമുക്ക് പെട്ടെന്നാവണമെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടുക. ഞാൻ കറക്റ്റ് 3 മണിക്കൂർ ആയപ്പോഴേക്കും അത്യാവശ്യം എന്തേലും നോക്കി നല്ല പതഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് അതിനാവശ്യത്തിനുള്ള നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ തേച്ച് നന്നായിട്ട് സൈഡിലും ഒക്കെ തേച്ചിട്ട് നമ്മുടെ ഈ ബീറ്റർ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ ഒരു റൗണ്ടും ഈ ഒരു ഇതിലുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ സ്റ്റീമറോ എടുത്തിട്ട് ആവി വന്നതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് എടുത്തു വെക്കുക. ഇപ്പോൾ ഞാൻ ഇത് മാത്രം ജസ്റ്റ് വെച്ച് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഇത് ഓപ്പൺ ചെയ്യും. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും നട്ട്സൊക്കെ നമുക്ക് ചേർക്കണമെങ്കിൽ ഇത് ഈ ടൈമിൽ ഒരു 3 മിനിറ്റ്, അല്ലെങ്കിൽ പിന്നെ വെക്കാൻ പറ്റത്തില്ല, 3 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ പാത്രവും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് അടച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പഫി ആയിട്ട് വീർത്ത് വരും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇതാകുമ്പോൾ നമുക്ക് വേറെ ഒരു വെളിയിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. നമുക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് വട്ടയപ്പം. അപ്പം നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് എന്തെങ്കിലും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്പൂണാണെങ്കിൽ ജസ്റ്റ് കുത്തി നോക്കുമ്പോൾ അതിൽ മാവ് ഒട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേവ് ഇനി ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അതേ നമ്മുടെ തണുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ തണുത്ത് എന്ത് പൂ പോലെ ഇളകി വരുന്നതെന്ന് നോക്കി. അപ്പോൾ അടിപൊളിയായിട്ടല്ലേ നമ്മുടെ വട്ടയപ്പം നോക്കി. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഇതൊന്നുമില്ല, നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. മക്കൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം ആ രീതിയിൽ നമുക്കുണ്ടാക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയും ശരിയാത്തവർക്ക് ഇനി ഇത് ഒന്ന് നോക്കി, ഈ വീഡിയോ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സാധാ റേഷൻ പച്ചരിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, വലിയ ഒരു ജോലിയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പമാണ് വട്ടയപ്പം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ദയവായി എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴല്ലേ എനിക്കും ഒരു കൂടുതൽ പ്രചോദനം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും കരുതുന്നു. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.